പുല്ലൂർപ്പെരിയ പഞ്ചായത്തിലെ മൂന്നാം കടവിനടുത്തുള്ള കൂവാര ഭദ്രക്കടവ് എന്ന സ്ഥലത്ത് ഇന്ന് രാവിലെ 7 മണിയോട് കൂടിയിട്ട് വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലാണ് സംഭവിച്ചിട്ടുള്ളത്. ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള ഒരു 4ഓളം കർഷകരുടെ കൃഷിയിടങ്ങളിൽ വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും രമണി, പുഷ്പ, ഉമേശൻ, രതീഷ് എന്നിവരുടെ കൃഷിയിടത്തിലാണ് നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ റോഡിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴ്ന്ന് വലിയ പാറക്കല്ലുകൾ താഴത്തേക്ക് വീഴുന്ന അവസ്ഥയാണുള്ളത്. അതിൽ തന്നെ ഒരു കിണറിൻ്റെക്ക് മണ്ണും കല്ലും കുത്തിയൊടിച്ചിട്ട് ആ പ്രദേശത്തെ 7ഓളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന നല്ല ശുദ്ധജലം അടങ്ങിയ കിണർ പാതിയോളം നശിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു കുളം, കൃഷിയുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കുളവും പകുതിയോളം നശിച്ചു കഴിഞ്ഞു. അതുപോലെ ഒരു ബോർവെല്ല് വീണ് മറ്റു കല്ലും മണ്ണും വീണിട്ട് നശിച്ചു. അതുപോലെ ഒരുപാട് തെങ്ങ്, കവുങ്ങ്, മറ്റ് വാഴ ഉൾപ്പെടെയുള്ള കൃഷി അനുഭവങ്ങളും നശിച്ചിട്ടുണ്ട്. പ്രദേശത്ത് തന്നെ ഇങ്ങനത്തെ അനുഭവം ആദ്യമായിട്ടാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ മഴയിലാണ് ഇങ്ങനെ ഈ വെള്ളം ആഴ്ന്നിറങ്ങി ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ളത്. ഇനിയും കൂടുതൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമെന്നുള്ളൊരു ആശങ്കയിലാണ് ജനങ്ങൾ. പ്രദേശത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ ഉൾപ്പെടെയുള്ളവർ സന്ദർശിച്ചു. റവന്യൂ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റ് ബന്ധപ്പെട്ട ആളുകളൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. എന്നാലും ജനങ്ങളുടെ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്പർ ഞങ്ങൾക്ക് നാട്ടുപുറത്തായതുകൊണ്ട് വലിയ അറിയപ്പെടില്ല. വേറെ മറ്റൊന്നും വലിയൊരു ചാനലാണ് പിന്നെ ലൈവുണ്ട്. നിങ്ങൾ എന്തെന്ന് കണ്ടതെങ്ങനെ? കണ്ടത് ഞാൻ രാവിലെ എണീറ്റിട്ട് ഫോൺ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് പിന്നെ ഫോണിൻ്റെ ഓർമ്മയില്ല. അപ്പോഴേക്കും ഇങ്ങനെ മേലോട്ടൊരു ദമ്മ് കിട്ടിയിട്ട് ഇങ്ങനെ ഒന്നാകെ ഒരു 3 കല്ല് വന്നു. വലിയ ഒരു 4-5 എനിക്ക് കഴിയുമായിരുന്നു. ആ കല്ല് 2 പത്തിൽ പോകുന്നു തോന്നുന്നു. ഒന്നേ അവിടെ ബാക്കിയിരുന്നു. പിന്നെ നമുക്ക് ആരും വിളിക്കണം തിരിയുന്നില്ല. ഒന്നാകെ അങ്ങനെ പൊട്ടിയിട്ട് പോയതാണ്. വെള്ളം വീഴുന്നതന്നെ കണ്ടു. വെള്ളം വീഴുന്നതന്നെ കണ്ടു. പൊട്ടിയിട്ട് വരുന്നതന്നെ കണ്ടു. ആടം ബെഡുമെന്ന് അങ്ങനെ നോക്കുമ്പോൾ ജനലിൻ്റെ കൂടെ കണ്ടത്. നിങ്ങൾക്ക് എത്ര വയസ്സായി? 63. ഇതുവരെ ഉണ്ടായിരുന്നു സംഭവം? ഉണ്ടായിട്ടില്ല. അല്ല ഉണ്ടാകും. വെള്ളം വീരെ കുറേ ഞങ്ങൾക്ക് അറിയാനാകുമ്പോഴേ ഉണ്ട് പോരെ. ഇങ്ങനെ ഞാളെ വീട് തന്നെ ഇത്. അപ്പോൾ ഇത് പിന്നെ ഈ ഉറുമ്പെണ്ണം പോകും വേട് വിൽക്കുമ്പോൾ താകും മഴ പെയ്യുമ്പോൾ കൊണ്ട്. മറ്റേ ഇതിപ്പോൾ ഈ ബന്തിൽ കെട്ടിയത് കൊണ്ടാണ് ഇത് ഒന്നാമത് പൊട്ടിയത്. മറ്റേ വെള്ളം മഴ പെയ്യുമ്പോഴും പോലെ മാറി. ആ ഒഴുക്ക് വരുന്ന സമയത്ത് ഇതാരം വരാനുണ്ടെങ്കിലല്ലേ അവരും കൊണ്ട് അതല്ല ആ കല്ല് ബാക്ക് വീണാ പോലെ. ഈ പറയുമ്പോൾ ഞാൻ തന്നെ വരുന്നത്. ഞാൻ ആ നോക്കി വരുന്നുണ്ടോ ഞാനൊന്ന് സംഭവം പെട്ടെന്ന് തന്നെ കാണും. നിങ്ങൾക്ക് നമ്മൾ അത്ഭുതമല്ലേ നമുക്ക്. ആ സമയത്ത് 6:30 മണിക്കാൻ മുന്നോട്ട് പോകേണ്ടത് മഴ ആയതുകൊണ്ട് എനിക്ക് വഴിയാ പോകുന്ന വഴിയാ വഴിയത്. ഓ ആയിക്കോട്ടെ, അതും പറയാം. ഇപ്പുറം പാട്ട് പോകണ്ട. മൂന്നാം കടവ് പോകാനല്ലേ? മൂന്നാം കടവ് പോകാൻ പുല്ലൂർപ്പെരിയ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ ബദിരക്കടവ് പൂവാര എന്ന സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ ഇന്നലെ ഉണ്ടായ കനത്ത മഴയിൽ
ഇവിടെ ചെറിയ തോതിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. വലിയ കാർഷിക പ്രാധാന്യമുള്ളൊരു മേഖലയാണിത്. ഇവിടെയുള്ള കൃഷിക്കാരായ സ്റ്റോയിച്ചി അമ്മയുടെ വീട്ടിലെ കിണർ ഈ ഇടിച്ചിലിൽ കല്ലുകൾ പൂർണ്ണമായിട്ടും പതിഞ്ഞ് വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയായിരിക്കുകയാണ്. അതുപോലെ ഇവിടുത്തെ കൃഷിക്കാർ ഉപയോഗിക്കുന്ന ഒരു കുളം പൂർണ്ണമായും ഈ ഇടിച്ചിലിൽ നികത്തപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ അപൂർവമായിട്ടുണ്ടായ ഒരു സംഭവമാണ് ഈ പ്രദേശത്ത്. അത് കനത്ത നാശനഷ്ടമാണ് ഈ പ്രദേശത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ വില്ലേജ് ഓഫീസറും അതുപോലെ തന്നെ കൃഷി ഉദ്യോഗസ്ഥന്മാരും പഞ്ചായത്തിൻ്റെ ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. തുടർ നടപടികൾ എന്താണെന്ന് വെച്ചാൽ സ്വീകരിക്കുമെന്ന് അപ്പം അറിയിക്കും. ഇത് ഇവിടെ ഇടിഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ മറിഞ്ഞത് അങ്ങോട്ട്. അത് വീട്ടിങ്ങോട്ട് പറഞ്ഞു. വേറെ മോനാ ഓർക്ക് ഓരോ വരൂ.